എരഞ്ഞോളി കുയ്യാലി പുഴയോരത്തെ കണ്ടൽക്കാടുകൾക്കിടയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ മുഴുവനായും നീക്കാനുള്ള ശ്രമത്തിലാണ് ധർമ്മടം സ്വദേശിയും കണ്ടൽ സംരക്ഷകനുമായ വി രവീന്ദ്രൻ എന്ന കണ്ടൽ സുരേന്ദ്രൻ. കണ്ടൽ സംരക്ഷണം എന്നത് കേവലം വാക്കുകളിലല്ല, ജീവിതത്തിന്റെ തന്നെ ഭാഗമാണെന്ന് ഇദ്ദേഹം തെളിയിക്കുന്നു. എരഞ്ഞോളി കുയ്യാലി പുഴയോരത്തുകൂടി കടന്നുപോകുന്നവർക്ക് കണ്ടൽക്കാടുകൾക്കിടയിൽ കയ്യിലൊരു ചാക്കുമായി എന്തോ ചിക്കിച്ചികിയുന്ന ഒരു മനുഷ്യനെ കാണാൻ കഴിയും. അത് മറ്റാരുമല്ല, കണ്ടൽക്കാടിന്റെ സംരക്ഷകൻ വി രവീന്ദ്രൻ എന്ന കണ്ടൽ സുരേന്ദ്രൻ. പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന കണ്ടൽ വനങ്ങൾക്കിടയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വ്യാപകമായി വന്നടിഞ്ഞതോടെ അവ നാശത്തിന്റെ വക്കിലാണെന്ന് തിരിച്ചറിഞ്ഞാണ് ഇദ്ദേഹം മറ്റാരുടെയും പ്രേരണയില്ലാതെ യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ഇറങ്ങിയത്. ഇടതൂർന്ന ഈ കണ്ടൽ വനങ്ങൾക്കിടയിൽ നിന്നും ഓരോ ദിവസവും ചാക്കുകണക്കിന് മാലിന്യമാണ് ശേഖരിക്കുന്നത്. അവ തരംതിരിച്ചു വയ്ക്കുകയും ചെയ്യും. ഓട്ടോ ഡ്രൈവറായ സുരേന്ദ്രൻ ഓട്ടോ ഓടിക്കിട്ടുന്ന വരുമാനമാണ് ഈ പ്രവർത്തനങ്ങളുടെ ചിലവിനായി ഉപയോഗിക്കുന്നത്. ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനും ശുദ്ധവായുവും ശുദ്ധജലവും ലഭിക്കാൻ കണ്ടൽ സംരക്ഷണം അനിവാര്യമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പുതുതലമുറ ഈ സംരക്ഷണ യജ്ഞത്തിനായി രംഗത്തിറങ്ങണമെന്നും ഇദ്ദേഹം പറയുന്നു. ആഗോളതാപനം വർദ്ധിക്കുന്നത് തടയാൻ, ജലാശയങ്ങൾ മലിനമാകുന്നത് തടയാൻ, വായു മലിനീകരണം തടഞ്ഞു നിർത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഈ കണ്ടൽക്കാടുകളാണ്. സുനാമി പോലുള്ള പ്രതിഭാസങ്ങളെ തടഞ്ഞു നിർത്താൻ കണ്ടൽക്കാടുകൾക്ക് കഴിയുന്നുണ്ട്. നമുക്ക് ശുദ്ധവായുവും ശുദ്ധവെള്ളവും ലഭിക്കണമെന്നുണ്ടെങ്കിൽ, മറ്റ് ജീവജാലങ്ങൾ നമുക്കിവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രകൃതിയെ നമുക്ക് സംരക്ഷിച്ചെങ്കിലേ മതിയാവൂ. അതുകൊണ്ട് പുതുതലമുറ വനങ്ങൾ വെച്ചുപിടിപ്പിക്കുക, വനവിസ്തൃതി വർദ്ധിപ്പിക്കുക, പക്ഷികൾക്കും മനുഷ്യനും മറ്റ് ജന്തുജീവജാലങ്ങൾക്കും എല്ലാം ശുദ്ധവായുവും ശുദ്ധവെള്ളവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് പുതുതലമുറകൾ ഈ രംഗത്തേക്ക് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പുഴയോരത്ത് പരന്നു കിടക്കുന്ന ഈ കണ്ടൽ വനങ്ങൾക്കിടയിലെ മാലിന്യങ്ങൾ മുഴുവനായും നീക്കം ചെയ്യുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഭൂമിയുടെ രക്ഷാകവചമായി നിലകൊള്ളുന്നതാണ് കണ്ടൽ വനങ്ങൾ. കുയ്യാലി, എരഞ്ഞോളി പുഴയോരത്ത് ഏക്കർ കണക്കിന് കണ്ടൽ വനങ്ങളാണ് പരന്നു കിടക്കുന്നത്. ഈ കണ്ടൽക്കാടുകൾക്കിടയിലെല്ലാം തന്നെ ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും കെട്ടിക്കിടക്കുന്നു. ഇത് പരിസ്ഥിതിക്ക് ഏറെ ദോഷകരമായി ബാധിക്കുന്നവയാണ്. എന്നാൽ ഇതെല്ലാം യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ നാടിൻ്റെ സ്വന്തം കണ്ടൽ സുരേന്ദ്രേട്ടൻ നീക്കുകയാണ്. ഈ മാലിന്യങ്ങൾ മുഴുവനായും നീക്കിക്കളഞ്ഞാൽ മാത്രമേ ഇദ്ദേഹം തൻ്റെ ഈ പ്രവർത്തനം നിർത്തൂ എന്നാണ് പറയുന്നത്. തലശ്ശേരിയിൽ നിന്ന് കണ്ണൂർ വിഷൻ വാർത്തകൾക്ക് വേണ്ടി നീതു അശോക്.